അല്ല ഓനെന്തിനങ്ങനെ കിടന്ന് പിടക്കണേ? ഓന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഓന്റെ ഭാര്യയുടെ കെട്ടുതാലും ഞാൻ പണം വെച്ച മാതിരിയാ. എനിക്ക് മനസ്സിലായി പരിക്കാക്ക് വിറകേറുണ്ടെന്ന് ആ വിക്ക് വരണുണ്ടായി. ആ ഞാൻ പറഞ്ഞിടങ്ങാ എനിക്ക്. ഞാൻ അവസാനം പിന്നെ ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ക്ഷമിച്ചാണ്. എന്നാലും സാധനം കിട്ടിയല്ല, മുതല് കിട്ടിയല്ല. മുതല് കിട്ടി. അല്ല എന്നാലും അല്ല ഇജ്ജ് സംഗതി ഇപ്പോഴെങ്കിലും കായ് കൊണ്ടെന്നാ അറിഞ്ഞോ? ഇതെങ്ങനെ ഇപ്പൊ എനിക്ക് പൈസ കിട്ടിയത്? ആ പരീതിക്കല്ലേ പറഞ്ഞ റസിയുടെ അടുത്ത് 25,000 രൂപ ഉണ്ട്, ചോദിച്ചിട്ട് തരണില്ലാന്ന്. ആ ഇല്ല. അപ്പൊ ഞാനത് ചോദിച്ചു മേടിച്ച്. പരീക്കയുടെ പൈസ തന്നെയാണത്. അനക്ക് തന്നോ? ഇജ്ജ് കടം വാങ്ങിണ്ടാവൂ. കടം മേടിക്കാനാ ജോസ് കുട്ടിയാ? കടമൊന്നും മേടിച്ചില്ല. അതിലൊരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാ. എങ്ങനെ എനിക്ക് എങ്ങനെ കിട്ടുന്ന് പറഞ്ഞു? കാര്യം നടന്നില്ലേ? ഞാൻ പറഞ്ഞുതരാ, വണ്ടി കയറി. കാസർഗോഡാ എന്റെ ആശാ പരിക്കുട്ടിയോടെ എവിടെ പോയി? അറിഞ്ഞണിച്ചൻ അവിടെ ഇരിക്കാൻ പാടില്ല. എന്റെ ആശാൻ പോലെ ഇതിന്റെ മുകളിൽ ഇരിക്കല്ല, താഴെ ഇരുട്ടടിക്കല്. നിങ്ങൾ എന്ത് തോന്നിയാ ഇന്നലെ കാണിച്ച വീട്ടിൽ വന്നിട്ട്? എന്താണ് നിങ്ങളെ വീട്ടിൽ നിന്ന് ജപ്തി ചെയ്ത് പുറത്താക്കിയ സമയത്ത് ഒരു അഭയം തന്നത് എന്റെ ഇത്തുവാന്ന്. എന്റെ ഇക്ക നിങ്ങളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത് അത് ഞാൻ പറഞ്ഞിട്ട്. അല്ല നിങ്ങളവിടെ കേറ്റൂല. നിങ്ങളവിടെ വന്നിട്ട് പാട്ടും കൂത്തും കോപ്പറായും കുറെ. എന്റെ ഇത്തതാ നിസ്കരിച്ചിട്ടാ ഇന്നലെ. അറിയോ നിങ്ങക്ക്? എന്ത് തോന്നിയാസം? ഈ തോന്നിയാസം നിർത്തണം. അവിടെ തുപ്പിട്ടു അല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ സ്വഭാവം അറിയില്ല. എന്റെ ഇക്കാട് പറഞ്ഞാണ്ടല്ല, ഇക്ക ഒരു ഇക്കാന്റെ വീട് ഇത്താനോട് പറഞ്ഞാണ്ടല്ല. ഇനി മേലാൽ കുടിച്ചിട്ടോ പരിപാടി ചെയ്തോ ഒരു കുഴപ്പോ ഉണ്ടാക്കാൻ പാടില്ല. നേരെ മര്യസ്ഥനായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ആ വീട്ടിൽ കയറി നിന്നോ. മനസ്സിലായ? ഇനി കുഴപ്പാക്കുക. കഴിഞ്ഞോ നിന്റെ കുരക്കില്? ഇപ്പം കഴിഞ്ഞോ? എന്നാ ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. കഥയാ? പറഞ്ഞോ. ഞാനൊരു ദിവസം പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുണ്ട്. അപ്പൊ എന്റെ ഒരു കയ്യില് പണി സാധനങ്ങളുണ്ട്, ഈ സാധനം. മറ്റേ കയ്യില് പച്ചക്കറി. ശരി. ഒരു തോടുണ്ട്. ഈ തോട് എന്റെ അപ്പുറത്ത് ഒരു ചെമണ്ടനായിട്ടുള്ള ഒരാള് ഒരു സാധു പാവം പിടിച്ചു വരുന്നതിനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കിടും. പടയെന്ന് പറഞ്ഞിട്ട്. എന്താ വാസൂട്ടി ചെയ്ത് നിനക്കറിയോ? ഈ പച്ചക്കറി സാധനവും പണി സാധനവും അവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് ആ തോട് പോയിട്ട് ഒരൊറ്റ ചാട്ട അപ്പുറത്തേക്ക്. ചമ്മടാ അങ്ങോട്ട് തുള്ളിച്ചാടി. അത് മോശമില്ല. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, എന്താ ചേറ്റ കാണിക്കണേ പറഞ്ഞിട്ട് ഈ പുറങ്ങാൻ വെച്ചു ഒറ്റ അടി കൊട്ടുക്കണം. അതാണ് വാസോട്ടൻ. അത് ഉഷാറായി. വീണ് നന്നായി. നോക്കുമ്പോ ആരെങ്കിലും ആയിക്കോട്ടെ. ആരി ചെറുതുരുത്തിയ ആ പുറങ്കാലം ഞാൻ ഇവിടെ പോക്കണോ? വേണ്ട, ഇവിടെ വേണ്ട. എന്റെ ഇക്ക വന്നു. ഇക്ക എന്താ എവിടെ കയറി കുത്തിരിക്കണേ? ഒരു ചുമന്ന തുണി എടുക്ക്. പാർട്ടി പരിപാടി തുടങ്ങിയാ? പാർട്ടി പരിപാടി നല്ലത് വേറെ ആവശ്യത്തിനാണ്. ചോന്ന തന്നെ വേണം. ചോന്ന വേണം. വേറെ കളർ പറ്റൂല? വല്ല കട്ട് പീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയാ? ഒന്നുമില്ലല്ലപ്പാ. ചോന്നത് ഉണ്ടാവില്ല. വെള്ള വേണം തരാം. വെള്ള പറ്റൂലടാ. അത് അടിക്കാൻ ഇത് നാരായണി ബ്ലൗസ് അടിക്കാൻ തന്ന തുണിയാന്ന്. ഇത് നാരായണി ബ്ലൗസിനാ? 250 ഉറുപ്പിയുടെ കാര്യം പറഞ്ഞിട്ട് 25,000 ഉറുപ്പ്യ കളയും നമുക്ക്. അതെ എന്ന് പറഞ്ഞാൽ ഒരു പീസ് അത് വേറെ മേടിച്ചു കൊടുക്കാനാ. അത് വേറെ മേടിച്ചു കൊടുക്കാം. ഈ ആവശ്യം കഴിയട്ടെ. ഞാൻ കത്രിക എടുക്ക്. അതെ ഒന്ന് പിടിച്ചാ മുറിക്കത്. എന്താ കാട്ടിന് ഇതൊന്ന് മുറിക്കാനാണ് പിടിക്കാൻ അല്ലെങ്കിൽ തന്നെ ലക്കൂല കാണില്ലാണ്ട് ഇരിക്കണത്. എത്ര കൊണ്ട് വേണം? ഒരു കുഞ്ഞു കല്ലിരിക്കാനുള്ള ഒരു സ്ഥലം മതി. അപ്പൊ എത്ര മതിയോ? മതി. ഇത് മതിയാ? അങ്ങനെ ഒന്ന് പിടിച്ചോ. ഒപ്പം പിടിച്ചോ. വച്ചോ. ഒരു മിനിറ്റ് കേട്ടോ. മതി. നീ ഇങ്ങനെ മുറി. ഇത്ര മതിയോ? അത്ര മേടിക്കട്ടെ. അല്ല അതിപ്പോ മൂർച്ച കൂട്ടുന്ന ആള് വന്നിട്ടില്ല. അതാണ്
അത് മതിയില്ലേ? മതി മതി. ഇത് പരിപാടി കാണിച്ചു തരാം. മാറി ആ നൂല് ചുറ്റി വെച്ചല്ലേ കളഞ്ഞു അല്ലേ? നോക്കിയേ ഇതൊക്കെ അതാ ഇവിടെ അച്ഛന്റെ ബാസുറ്റേ. ഹേയ്. അതേ വേറെ വേറെ കളറാണ്. ആ അതവിടെ വെക്ക്. ഞാൻ വന്നേ. വിളിച്ചോ, എല്ലാരെയും വിളിച്ചോ. എനിക്ക് ഈ പണിയൊക്കെ മുമ്പുണ്ടായിരുന്നോ? ഇതൊക്കെ നമ്മളങ്ങോട്ട് പഠിക്കല്ലേ. ആ ആ ആ ഇതേ ഇതൊരു ചെറിയ പരിപാടിയുണ്ട്. ചെറിയൊരു പരിപാടി. ഇല്ല ഇല്ല, പച്ച വേണം. പച്ച ഓപ്പൻ എടുത്ത് കരിക്കല് നൂല് കെട്ടി കൂടും അത്. പറഞ്ഞാക്കണ്ടേ? അതേ ഞാൻ ഒന്നങ്ങോട്ട് പാസ്സാക്കിട്ട് വരാം. ആയിക്കോട്ടെ കേട്ടോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ അടച്ച റബ്ബേ നടന്നാ മതിയായിരുന്നു. സംഭവം എന്താ ചോദിക്കുക? അതോ അത് ഒന്നും പേടിക്കണ്ട. എന്താണ് മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചാൽ അത് മനസ്സിൽ ധ്യാനിച്ച് മിണ്ടാതെ ഉരിയാടാതെ നമ്മൾ കിടക്കണ തലങ്ങൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുക. ഒരാഴ്ചക്കുള്ളിൽ കാര്യം നടന്നിരിക്കും. പിന്നെ പരീക്കാനോട് പറയണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ പ്രൊഫസറോട് പറഞ്ഞു. അപ്പോൾ പുള്ളി അറിയാതിരിക്കാനും എന്തോ ചെയ്തിട്ടുണ്ട്. അതിനൊരു 1000 രൂപ കൂടുതൽ ഞാൻ കൊടുത്ത്, സാരല്ല തരണ്ട, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ആഗ്രഹിക്കുമ്പോൾ ഗംഭീര ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിക്കരുത്. വല്ല ഫ്ലൈറ്റ് പൊട്ടി വീഴണമെന്നോ തല പൊട്ടിത്തെറിക്കണമെന്നോ ആഗ്രഹിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നടക്കുവേ. എന്നാൽ കൊണ്ടുപോയി വെച്ചോ, മിണ്ടണ്ട. ആ